യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനമാണ് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ദൈവവും മനുഷ്യവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമുക്ക് ഈ വാക്യത്തിനകത്ത് ധ്യാനിക്കാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൻ്റെ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവരെ തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം എഴുന്നേൽപ്പിച്ച വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെട്ട ഒരു പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. 1-ാം അധ്യായം മുതൽ യെശയ്യാവ് പ്രവചിക്കുമ്പോൾ, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനെയും അറിയുന്നു, എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല. അടിതൊട്ട് മുടി വരെ ഒരു സുഖവും ഇല്ല, എണ്ണ തേച്ചിട്ടില്ല, ഞെക്കി കഴുകിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടില്ല എന്നൊക്കെ പ്രവചിച്ച് പ്രവാചകൻ താഴോട്ട് പറയുമ്പം പറയുക, മനസ്സ് വെച്ചു നിങ്ങൾ കേട്ടനുസരിച്ചാൽ ദേശത്തിൻ്റെ നന്മ നിനക്ക് അനുഭവിക്കാം, മറുത്തു മത്സരിച്ചാൽ ന്യായവിധിയുടെ വാളത്രേ നിനക്കുണ്ടാകുന്നത്. ഇതൊക്കെ പ്രവാചകൻ പ്രവചിച്ച് വരുമ്പം ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനത്തോട് പറയുകയാണ്. 2-ാം അധ്യായത്തിൽ പറയുക, യാക്കോബ് ഗ്രഹമേ വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. അതിന് മുമ്പിൽ എഴുതുകയാണ്, നിന്റെ പാപം കടുചുമപ്പായാലും ഞാൻ എന്നെ ഹിമത്തോളം വെള്ളയാക്കാം. നോക്കിയേ, ദൈവത്തിന് സ്തോത്രം. എത്ര വലിയ പാപിയാണെങ്കിലും നിന്നെ ശുദ്ധീകരിക്കുന്ന രക്തത്തെക്കുറിച്ച് പ്രവാചകൻ പറയുകയാണ്. എന്നിട്ട് താഴോട്ട് പ്രവചിച്ച് വരുമ്പം, യാക്കോബ് ഗ്രഹമേ വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം എന്നൊക്കെ പ്രവചിച്ച് 5 അധ്യായം പ്രവചിച്ച് നിർത്തി 6-ാമത്തെ അധ്യായം പ്രവചിക്കാൻ തുടങ്ങുമ്പം സ്വർഗമണ്ഡലങ്ങളിൽ നടക്കുന്ന ഹൃദയഹാരിയായ ഒരു ദർശനം യെശയ്യാവ് കാണാൻ തുടങ്ങി. യെശയ്യാവ് കണ്ടപ്പോൾ ഉസിയാ രാജാവ് മരിച്ചയാളിൽ അന്നാളിൽ ഉയർന്നും പൊള്ളിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ സാറാഫുകൾ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. സാറാഫുകൾക്ക് 6 ചിറകാണ്, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്ന് ദൈവത്തിന് സ്തോത്രം. സിംഹാസനത്തിലിരിക്കുന്ന ദൈവപുത്രനെ ചുറ്റും നിന്നുകൊണ്ട് അവർ പാടുകയാണ്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഞാനിന്നൊരു സന്ദേശം പറയാം. നീയും ഞാനും കൈയടിച്ചില്ലേലും ദൈവത്തിന് കുഴപ്പമൊന്നുമില്ല. സ്വർഗത്തിൽ ഇടിവെട്ടുന്ന ആരാധന നടക്കുക. സാറാഫുകളെ കുറിച്ച് പഠിക്കുമ്പം അവർക്കുള്ള ചിറക് ഇങ്ങനെ, സാറാഫുകൾ ചിറക് വിടർത്തി ആരാധിക്കുമ്പോൾ വേദപഠിതാക്കളുടെ പഠനങ്ങളും നിഗമനങ്ങളും വെച്ച് പഠിച്ചാൽ ലോകം കണ്ടുപിടിച്ച സകല മ്യൂസിക് സിസ്റ്റവും ഈ ദൈവത്തിന് സ്തോത്രം ചിറകുകൾക്കകത്തുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അവരൊന്ന് ചിറക് വിടർത്തുമ്പോൾ അവിടെ എഴുതിക്കുക, ആരാധനയുടെ ശബ്ദം കൊണ്ട് ആലയത്തിൻ്റെ ഉമ്മരപ്പടികൾ ഇളകിയാടും. പക്ഷെ ഇത്ര വലിയ ആരാധന സ്വർഗത്തിൽ നടന്നാലും ദൈവം പറയാ, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ ആ ആരാധന വിട്ടെൻ്റെ ദൈവം ഈ ആരാധനയ്ക്ക് വരും. കാരണം പറയാം, ദൂതൻ്റെ ആരാധനയേക്കാൾ മനുഷ്യൻ്റെ ആരാധന ദൈവത്തിന് വിലപ്പെട്ടതാ. കണ്ടോ? ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിൽ പഠിക്കുമ്പോൾ യേശു മധ്യത്തിൽ, ലേഖനങ്ങളിൽ വായിക്കുമ്പോൾ മധ്യത്തിലല്ല, രക്ഷിക്കപ്പെട്ടവൻ്റെ ഹൃദയത്തിലാ. അങ്ങനെയെങ്കിൽ ഞാൻ ദൂത് പറഞ്ഞു തുടങ്ങുക. ഇങ്ങോട്ട് നോക്കിയേ, യെശയ്യാ പ്രവാചകന് കാണുകയാണ്, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് എന്ന് പറഞ്ഞ തമ്പുരാൻ്റെ തേജസ് ഇവർക്ക് മുഖത്തും കാലിലും അടിക്കാതിരിക്കാൻ 2 കൊണ്ട് അവരെ മുഖം മൂടും, 2 കൊണ്ട് പാദം മൂടിയിട്ട് ഇങ്ങനെ നിന്ന് ഒരു സാറാഫ് മറ്റൊരു സാറാഫിനോട് പറയുക, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പടികൾ ഇളകി ആടത്തക്ക രീതിയിൽ അവിടെ ആരാധന ഉയരുകയാ. അന്നേരം ദൈവത്തിന് സ്തോത്രം ഇത് കണ്ടപ്പം ജനത്തിൻ്റെ പാപം ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്ന പ്രവാചകന് പറയുക, അയ്യോ കർത്താവേ, സ്വർഗത്തിൻ്റെ പരിശുദ്ധി കണ്ടപ്പോൾ ഹല്ലേലൂയ യെശയ്യാവ് പറയുകയാണ്, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ളൊരു മനുഷ്യൻ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരു കാര്യം ചെയ്തു. യാഗപീഠത്തിൻ്റെ കനലിൽ നിന്ന് ഒരു കനൽക്കട്ട ഒരു ദൂതൻ ഒരു കൊടിനുകൊണ്ട് എടുത്തുകൊണ്ട് വന്ന് യെശയ്യാവിൻ്റെ ചുണ്ടേ തൊട്ടു. ഹല്ലേലൂയ. ഞാൻ ഇന്നൊരു ദൂത് നിന്നോട് പറയാം. ചില ചുണ്ടുകളിൽ, ചില നാവുകളിൽ ഈ ദിവസങ്ങൾ അഗ്നിയുടെ സ്പർശനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. വചനം നമ്മൾ പഠിക്കുമ്പം
ഏലിയാവ് എന്ന് പറയുന്ന കരുത്തായനായ ദൈവദാസൻ, സ്തോത്രം, ഒന്ന് ക്ഷീണിച്ചൊരു സ്ഥലത്ത് കടന്നപ്പോൾ സ്വർഗത്തിലെ കനൽ ഭൂമി കൊണ്ടുവന്നിട്ട് ആ കനലിൻ്റെ മണ്ടയ്ക്ക് അപ്പം ചുട്ടവനായ എൻ്റെ ദൈവം. അങ്ങനെയെങ്കിലും ഒരു ദൂത് പറയാം, നീ തളർന്ന സ്വർഗം നിന്റെ കൂടെ ഇറങ്ങി നിൽക്കും. നോക്കിയേ, എന്നിട്ട് പറയാം, ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ളൊരു മനുഷ്യൻ. ഇത് പറഞ്ഞേച്ച് ദൈവം ഒരു കാര്യം ചോദിക്കുകയാണ്. യെശയ്യാവിനോട് സംസാരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, എനിക്കൊരാളെ അയക്കാൻ വേണം. ആര് പോകും? ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിന്നോടൊരു ദൂത് പറയുക. ഒരു രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതൽ എക്കാലവും എന്നും ദൈവശബ്ദം കേട്ട് വേണം ജീവിക്കാൻ. എന്തോ വേണം? അല്ല, ഇരുട്ടത്ത് കൈയടിക്കുന്ന പോലെ ആകരുത് നമ്മൾ. മറിച്ച് എന്ത് വേണം? ദൈവശബ്ദം കേട്ട് വേണം ജീവിക്കാൻ. ദൈവശബ്ദം കേൾക്കാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈ ഉയർത്തി പിടിച്ചേ. എനിക്ക് ദൈവശബ്ദം കേൾക്കണം. നമ്മൾ ബൈബിളിലോട്ട് നമ്മുടെ ചിന്തകൾ വരുമ്പം നമുക്ക് പഠിക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ദൈവശബ്ദം, വചനത്തിൽ കൂടെ ദൈവശബ്ദം കേൾക്കാൻ പറ്റും. പിന്നെ പ്രവചനത്തിലൂടെ ദൈവശബ്ദം കേൾക്കാൻ പറ്റും. പിന്നെ വെളിപ്പാടിലൂടെ ദൈവശബ്ദം കേൾക്കാൻ പറ്റും. പിന്നെ ദർശനത്തിലൂടെ ദൈവശബ്ദം കേൾക്കാൻ പറ്റും. സ്വപ്നത്തിലൂടെ ദൈവശബ്ദം കേൾക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഈ ദൈവശബ്ദങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. നിന്റെ ഭാവി വെളിപ്പെടുത്തുന്നത് ദൈവശബ്ദമാണ്. ഒരാമയും വരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന 1-2 ഭാഗം ഞാൻ പെട്ടെന്ന് തുറന്നു വിടാം. നിങ്ങൾ എന്നെ നോക്കിയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. സ്വന്തം വീടിൻ്റെ വാതിലടഞ്ഞ യാക്കോബ് ഒറ്റപ്പെട്ട് ഒരു വനത്തിനകത്ത് അകപ്പെട്ട് കിടക്കുന്ന സമയത്ത് വീടിൻ്റെ വാതിലടച്ചപ്പം ദൈവം അവനെ തളർത്തുവല്ല, അവൻ്റെ ഭാവിയുടെ വെളിപ്പാട് സ്വപ്നത്തിൽ കൊടുത്തവന്. എന്ന് പറഞ്ഞാൽ, നീ പോകുന്നിടത്തൊക്കെ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. നിനക്ക് ധരിക്കാൻ വസ്ത്രവും കഴിക്കാൻ ആഹാരവും തന്ന് ക്ഷേമത്തോടെ നിന്നെ ഇവിടെ ഞാൻ മടക്കി കൊണ്ടുവരും. കണ്ടോ, ദൈവം സ്വന്തം സഹോദരനായ യോസഫിനെ പ്രതിസന്ധി വരുമെന്നറിഞ്ഞപ്പോൾ ദൈവം നേരത്തെ സ്വപ്നം കാണിച്ചു, നിന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കും. മറ്റുള്ള കറ്റ നിന്റെ കറ്റയെ നമസ്കരിക്കും. ആര് നിനക്ക് കുഴി വെട്ടിയാലും നീ എഴുന്നേറ്റ് നിൽക്കും. സ്വപ്നം കാണിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, ഒരു കപ്പലെ കയറുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന പൗലോസിൻ്റെ അകത്ത് ദൈവം കൊടുത്തു, മുമ്പോട്ട് പോകുന്ന കപ്പൽ യാത്രയിൽ അപകടമുണ്ട്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. അടുത്തിരിക്കുന്ന ആൾ തൊട്ടേച്ച് പറയാം, നിന്റെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ഓ ഹല്ലേലൂയ. അത് സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് ദൈവശബ്ദം കേൾക്കണമെന്ന്? എല്ലാ രാത്രിയും ഉറങ്ങാൻ കിടക്കുമ്പം ഞാൻ നല്ലൊരു കാര്യമാണ്, പ്രാർത്ഥിക്കാനിരിക്കുമ്പം പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഭാര്യയെ അനുഗ്രഹിക്കണേ, പിള്ളേരെ അനുഗ്രഹിക്കണേ, കുടുംബത്തെ അനുഗ്രഹിക്കണേ, ചോറ് തരണേ, കാപ്പി തരണേ, ചായ തരണേ, കാറ് തരണേ, വണ്ടി തരണേ, ഇത്തരം പറഞ്ഞ് ചാമ്യം പറഞ്ഞ് എഴുന്നേറ്റ് പോകരുത്. പ്രാർത്ഥിച്ചു ഒരു 2-3 മിനിറ്റ് ഇരിക്കണം. തമ്പുരാൻ വല്ലതും പറയുന്നുണ്ടോയെന്നറിയാൻ. ഉണ്ടെന്നില്ല. ദൈവശബ്ദം കൊതിയുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇരിക്കണം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ, കർത്താവേ ഞാനൊന്ന് കിടക്കുമോ ഉറങ്ങാനായിട്ട്, രാത്രി എന്നോട് സംസാരിക്കണേ. എത്ര പേരാമയും പറയും? ഇന്ന് ഞാൻ യോഗത്തിന് പോവുക, എന്നോട് ദൈവം അനിപ്പാർശ്വ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ദൈവം നിന്റെ കാതിൽ വന്ന് സംസാരിക്കും. ഒരു പ്രവാചകനെ ദൈവത്തിന് മിണ്ടണമെന്ന് തോന്നാ കഴുതയുടെ വാവരെ കടമെടുക്കും. മിണ്ടുന്നില്ല. ദൈവത്തിന് നിന്നോട് മിണ്ടണമെന്ന് തോന്നിയാൽ ഒന്നീ മനുഷ്യരില്ലെങ്കിൽ ദൂതന്മാരെ ഇറക്കും. ദൂതന്മാരും ബിസിയാണെങ്കിൽ മൃഗങ്ങളുടെ വാവറക്കും. ഈ യെശയ്യാവ് എന്നെ ഉപയോഗിക്കണേ എന്ന് പ്രാർത്ഥിക്കുമല്ലായിരുന്നു. ദൈവത്തിന് ചിലരുടെ വിഷയത്തിൻ്റെ വിടുതലിന് അയക്കാൻ ഒരാളെ വേണം. നിങ്ങൾ ബൈബിള് നമ്മൾ പഠിച്ചാൽ എല്ലാവരും പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും വിടുതൽ കിട്ടത്തില്ല. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ വിടുതൽ ഉറപ്പാണ്. അതിൻ്റെ കാരണം ദൈവം അവരെ അത് നിയോഗിച്ചിരിക്കുക. ഒരാമയും പറഞ്ഞാട്ട്. ഇനി ഇവിടെ നിങ്ങൾ ആരെല്ലാം മെലിത്തെ കാലുകുത്തിയാലും മെലിത്തയിലെ സർപ്പം വെളി വരത്തില്ല. പക്ഷെ പൗലോസ് കാലുകുത്തിയാൽ വെളി വരും. അതിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് തുറന്ന് പ്രസംഗിക്കുന്ന ഭാഗത്ത് ഞാൻ വരാം. അപ്പം ഒന്നാമത്തെ ഭാഗം, ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നിന്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. എന്തുകൊണ്ട്? നിന്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുക. രണ്ടാമത്തെ ദൂതം, നിന്നെക്കൊണ്ട് ദൈവം എന്തൊക്കെയോ ചെയ്യിക്കാൻ പോകുന്നു, അതേക്കുറിച്ച് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ഒരാമയും വരുന്നില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ബൈബിൾ പഠിക്കുമ്പം ദൈവത്തിന് ധാരാളം പദ്ധതികളുണ്ട്. നമ്മളെക്കുറിച്ച്, എന്നെക്കുറിച്ചും പദ്ധതിയുണ്ട്, നിങ്ങളെക്കുറിച്ചും. പക്ഷെ നമുക്കൊന്നും അറിയാത്തതുകൊണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി ഒന്നിച്ചല്ല. എൻ്റെ ബ്രദറെ, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കുഞ്ഞിനൊന്നും ചെയ്തില്ല. ദൈവത്തിന് വലിയ പദ്ധതി, അത് നീ അറിയുന്നില്ല. നീ ഇങ്ങനെ ദൈവത്തിന് സ്തോത്രം, കൊച്ചിൻ്റെ ഫോൺ വന്നപ്പോൾ ശരിയായില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുക. അങ്ങനെയല്ല, ദൈവത്തിന് ഭയങ്കര പദ്ധതിയുണ്ട്. ഇത് തിരിച്ചറിയണമെങ്കിൽ നമ്മളൊരു പ്രാർത്ഥനാ മനുഷ്യനായി മാറണം.
ഒരാമയും പറഞ്ഞാട്ട്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, എന്തോ വലിയൊരു ദൈവ പദ്ധതിക്ക് ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ സാക്ഷിയാക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് അത് വിശ്വാസത്താൽ കാണാനായിട്ട് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പറ്റുന്നവർ കൈ ഉയർത്തി ഒരു സ്തോത്രം ചെയ്തേ. അപ്പം നിന്റെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ദൈവം നിന്നെ കൊണ്ട് നിന്റെ കുടുംബത്തിൽ ആരെ കൊണ്ടും ചെയ്യിക്കാത്ത ചില കാര്യം നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. ഇവിടെ യെശയ്യാവ് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ചെയ്യാനായിട്ട് ദൈവം ചോദിക്കുകയാണ്. ദൈവം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ ആരെ അയക്കേണ്ടു? അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ദൈവത്തിന് സ്തോത്രം. ദൈവശബ്ദം കേൾക്കാൻ തയ്യാറാണ്. ഈ ഹോശയ്യ പ്രവചനത്തിൽ വാക്യമുണ്ട്, ഞാൻ അവനെ വശീകരിച്ച് മരുഭൂമി കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കും. അപ്പോൾ ദൈവത്തിന് ഒരാളോട് മിണ്ടണമെന്ന് തോന്നിയാൽ ചിലപ്പോൾ നമ്മൾ ആൾക്കാരുടെ നിന്നൊക്കെ നമ്മളെ എടുത്ത് മാറ്റിക്കൊണ്ടുപോകും, ഒറ്റയ്ക്ക് കൊണ്ടിരുത്തും. യോഹന്നാനെ, നിനക്ക് വെളിപ്പാട് പുസ്തകം നിനക്ക് കൈമാറണേ, നിന്നെ ആ ശിഷ്യന്മാരുടെ ഇടയ്ക്ക് ഇട്ടല്ല, നിന്നെ പത്മോസ് വരെ ഒന്ന് കൊണ്ടുപോകും. എന്തിനാണെന്നറിയാം? അവിടെ എനിക്ക് വെളിപ്പാട് കൈമാറാനുണ്ട്. പൗലോസേ, നിന്നെ 3-ാം സ്വർഗത്തിൽ എനിക്കൊന്ന് കയറ്റണം, അതുകൊണ്ട് നീ അറേബ്യൻ മരുഭൂമിയിലോട്ടൊന്ന് പോകണം. ഒരാമയും വരുന്നില്ല. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പറയാം, ചിലരുടെ മേൽ ദൈവത്തിന് നോട്ടമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആരോടൊക്കെയോ ദൈവം സംസാരിക്കാം, നിന്റെ മേൽ ദൈവത്തിന് വലിയ നോട്ടമുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, നമുക്ക് ഇച്ചിരി കേൾക്കാനാ. അപ്പം അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമി കൊണ്ടുപോയി ഞാൻ അവളോട് ഹൃദ്യമായി അപ്പം ദൈവത്തിൻ്റെ സംസാരം എങ്ങനെ ആയിരിക്കും? ഹൃദ്യമായിട്ടാണ്. ഹല്ലേലൂയ. മോശയുടെ അടുക്കൽ ദൈവം സംസാരിച്ച് കേൾക്കണോ? ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ ദൈവം എന്ത് ചെയ്തു? ഇന്ന് പോകുന്നതിന് മുമ്പ് ചിലർ ഇമ്പ ശബ്ദം കേട്ടിട്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവം മോശയെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യം കേൾക്കണം, ഞാൻ മോശയോട് സ്പഷ്ടമായി സംസാരിക്കും. ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം നമ്മളോട് ഹൃദ്യമായി സംസാരിക്കും, ദൈവം നമ്മളോട് സ്പഷ്ടമായി സംസാരിക്കും. ഒരു സ്നേഹിതനോട് ഹല്ലേലൂയ സംസാരിക്കുന്ന പോലെ എന്ത് ചെയ്യണം? ദൈവം നമ്മളോട് സംസാരിക്കും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പുതിയ നിയമത്തിൽ യേശു പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം ഒരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 10-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ്. ഹല്ലേലൂയ. അപ്പൊ സത്യത്തില് ഓരോ ദൈവമക്കളും ജീവിക്കേണ്ടത് ദൈവശബ്ദം അറിഞ്ഞ. ഒരാമയും പറഞ്ഞാട്ട്. എന്തറിഞ്ഞാണ്? ദൈവശബ്ദം അറിഞ്ഞ. പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ കൂടെ പോകാ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. ഒരാമയും വരുന്നില്ല. ഇതുവരെയും പോകാത്ത വഴിയെ കൂടെ ദൈവം നിന്നെ കൊണ്ടുപോകട്ടെ. ആടുകളെ കുറിച്ച് പറയുക, ഇടയൻ ആടുകളെ വിളിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് ഇടയൻ ആടിന് മുമ്പിൽ പോകും. ശബ്ദം കേട്ട് ആടുകൾ പുറകെ പോകണം. സ്തോത്രം. അപ്പം നമ്മുടെ ജീവിതത്തിൽ എക്കാലത്തും എന്ത് കേൾക്കണം? ദൈവശബ്ദം കേൾക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഒരിക്കൽ വലിയ കടബാധ്യതയുള്ള ഒരു മനുഷ്യൻ, ദൈവത്തിന് സ്തോത്രം, ജോസഫ് എന്നാ പുള്ളിയുടെ പേര്. വലിയ കടബാധ്യതയാണ് പുള്ളി. തൃശ്ശൂർക്കാരനാണ്. എന്നെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്ന സമയത്ത് പുള്ളി എന്നോടൊരു അനുഭവം പറഞ്ഞു. പുള്ളി വലിയ കടബാധ്യതയുള്ളവനായിരുന്നു. അങ്ങനെ സ്വന്തമായിട്ട് വീടില്ല, വാടക വീട്ടിലാണ് സ്തോത്രം താമസിക്കുന്നത്. ഏകദേശം 80-85 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കടമുണ്ട്. പുള്ളി എന്നോട് സാക്ഷി പറയുക, പാസ്റ്ററെ, ഞാനിങ്ങനെ കടബാധ്യത ഉണ്ടായിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക, വീട്ടാൻ ഒരു വഴിയില്ല. എൻ്റെ മൂത്ത പെങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട്, പക്ഷെ ഒരു പ്രയോജനം അവരാരും ഒരു ഗുണവും അവർ ചെയ്തിട്ടില്ല. എൻ്റെ അനുജന് ഭയങ്കര പൈസക്കാരനാണ്, പക്ഷെ ഒരു ഗുണവും എനിക്ക് ചെയ്തിട്ടില്ല. ഒരു ദിവസം രാത്രി പുള്ളി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പുള്ളിയോട് ദൈവം സംസാരിച്ചു, രാത്രി ദൈവം ഇടപെടുക, നിന്റെ ഭാരമെല്ലാം ഞാൻ മാറ്റിത്തരാം, നിന്റെ ഭാരമെല്ലാം ഞാൻ മാറ്റിത്തരാം. ഹല്ലേലൂയ. ഞാനൊരു കാര്യം മനസ്സിലാക്കി, സ്തോത്രം, ആര് പറഞ്ഞാലും നടക്കാത്ത കാര്യം കർത്താവ് പറഞ്ഞാൽ നടക്കും. പുള്ളി എന്നോട് പറഞ്ഞു, എങ്ങനെയാണെന്ന് എന്നോട് ചോദിക്കരുത്, 3.5 മാസം കൊണ്ട് എൻ്റെ മുഴുവൻ കടബാധ്യതയും തീർന്നു. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയത്തിൽ ഇന്നൊരു ദൈവശബ്ദം മുഴങ്ങണം. ഇനി ഞാൻ നിയോഗം എന്ന പദത്തിലോട്ടാണ് വരാൻ പോകുന്നത്. അടുത്തിരിക്കുന്നാക്കൊന്ന് കൈ കൊടുത്തേച്ചോടാ, നിങ്ങളോട് ദൈവം സംസാരിക്കുമെന്ന് പറ. എത്ര പേർക്ക് കൊതിയുണ്ട് ദൈവശബ്ദം കേൾക്കാൻ? ഇന്ന് രാത്രി ദർശനമായിട്ടോ വെളിപ്പാടായിട്ടോ സ്വപ്നമായിട്ടോ അരുളപ്പാടായിട്ടോ ആലോചനയായിട്ടോ നിന്റെ കുഞ്ഞിൻ്റെ കാര്യം, നിന്റെ വീടിൻ്റെ കാര്യം, നിന്റെ തലമുറയുടെ കാര്യം ദൈവം കൃത്യമായി സംസാരിക്കും.
ഓ ഹല്ലേലൂയ. അവൻ ആർക്കും കടക്കാരനല്ല. നീ പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ ദൈവം നിന്നോട് സംസാരിക്കും. നിന്റെ കുഞ്ഞ് രക്ഷപ്പെടുന്ന വഴികൾ കാണിച്ചു തരും. നിന്റെ സന്തതി വിടുവിക്കപ്പെടുന്ന വഴി കാണിച്ചു തരും. ദൈവത്തോട് ചോദിച്ചാൽ മതി. അപ്പം ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. യെശയ്യാവിനെ ഓട് ദൈവം ചോദിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഞാൻ ആരെ അയക്കേണ്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ ഒരാളെ വേണം. നിങ്ങൾക്കറിയാമോ, ഈ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോഴേ ദൈവം ഇങ്ങനെ മേളിൽ ഇരുന്ന് നോക്കുക ഒരു കാര്യം ചെയ്യാനായിട്ട്. ദാവീദിനെ കുറിച്ചൊക്കെ ബൈബിളിൽ എഴുതിക്കുന്ന ഭാഗം കൂടെ, ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. ആര്? നമ്മളല്ല. ആര്? ദൈവം കണ്ടെത്തി. കാളെ പൂട്ടുന്ന സ്തോത്രം ഏലിശായെ ദൈവം കണ്ടെത്തിയിട്ട് ഏലിയാവിനോട് പറഞ്ഞു, നീ പുതപ്പിട്ടേക്കാൻ. കണ്ടോ? അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് തോന്നും, ദൈവം മേളിയിരുന്ന് നോക്കുക. നിങ്ങൾക്കൊരു വാക്യം അറിയാം, എസെക്കിയേൽ പ്രവചനത്തിലൊരു വാക്യമുണ്ട്. ആ വാക്യം ഞാൻ നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം കേട്ടോ. എസെക്കിയേൽ പ്രവചനം ലിനിയെ സഹായിക്കും. 22-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം. 22:30 എസെക്കിയേൽ. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാ. ദൈവം പറയാ, ഞാൻ ദേശത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചു, പക്ഷെ ഞാനൊരു പുരുഷനെ അന്വേഷിക്കുന്നു ഇടിവിൽ നിന്ന് കരയാൻ. കണ്ടെത്തിയില്ല. കണ്ടോ? തിരുവനന്തപുരത്ത് വരുന്ന അനർത്ഥം വരാതിരിക്കാൻ ദൈവം ഈ പട്ടണത്തിൽ ഒരാളെ അന്വേഷിക്കുന്നു. എന്നാ വാക്യം അത്? ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം. നിന്റെ വീട്ടിൽ വരുന്ന അനർത്ഥം നിന്റെ വീട്ടിൽ വരാതിരിക്കാൻ യഹോവ ഒരാളെ അന്വേഷിക്കുന്നു. Glory to God. ഒരു പട്ടണത്തിന്റെ പത്യക്കേട് മാറ്റുവാൻ ഒരു കാളെ പൂട്ടുന്നവനെ ദൈവം അന്വേഷിക്കുന്നു. എനിക്കെന്തോ ഒരു ബോധ്യം തയ്യുക, ഈ ദിവസങ്ങളിൽ നീ ചിന്തിച്ചതിനൊക്കെ അപ്പുറത്ത് എന്തോ കാര്യങ്ങൾ നടക്കാൻ പോവുക. ഓ, ദൈവം ചിലരുടെ മേലൊന്ന് വിളി വെളിപ്പെടുത്താൻ പോവുക. ദൈവം ചോദിക്കുകയാണ്, ഞാൻ ആരെ അയക്കേണ്ടു? എനിക്ക് വേണ്ടി പോവും. ഇന്നും ദൈവം ചോദിക്കുക, എനിക്ക് ചില വ്യക്തികളുടെ വിടുതലിനായിട്ട്, ചിലരുടെ ഉദ്ധാരണത്തിനായിട്ട് എനിക്ക് അയക്കാൻ ഒരാളെ വേണം. ആർ പോകും? ഉടനെ അവൻ പറയാ, അടിയനിതാ, അടിയനെ അയക്കണമേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഇനി നമുക്ക് ബൈബിളിലോട്ട് വരാം. ദൈവത്തിന് സ്തോത്രം. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് പറയുക, ചിലർക്കൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ സമയമായി. ബൈബിളിൽ ഒരു വാക്യം കൊണ്ട്, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാനെന്ന് പേർ. ആരയച്ചിട്ടാ? ദൈവം അയച്ചിട്ട്. ഒരാമയും പറഞ്ഞാട്ട്. ഈ ദിവസങ്ങളിൽ ആരോടൊക്കെയോ ദൈവം പറയാ, നിന്റെ വീട്ടിലോട്ട് ദൈവം അയക്കാൻ പോവാ, നീ ചിലരെ കണ്ടുമുട്ടാൻ പോവാ. ഓ, യേശുവിൻ്റെ നാമത്തിൽ ദൈവം അയച്ചിട്ട് ചിലത് വരാൻ പോവാ. ദൈവം അയച്ചിട്ട് ചില പ്രവർത്തികൾ. ഓ, ബൈബിളിലെ ചില സംഭവങ്ങളെ നിങ്ങളുടെ മനസ്സിലോട്ട് ഞാനൊന്ന് കൊണ്ടുവരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു വാക്യം ബൈബിളിൽ നിന്ന് വായിക്കാം. ബൈബിൾ പഠിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ വിടുതലിനായിട്ട് ദൈവം ഒരാളെ അയച്ച ചരിത്രം ബൈബിളിലുണ്ട്. ഒരു കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ദൈവം ഒരാളെ അയച്ച ചരിത്രമുണ്ട്. ഒരു ദേശത്തിൻ്റെ വിടുതലിനായിട്ട് ദൈവം ഒരാളെ അയച്ച ചരിത്രമുണ്ട്. എനിക്കെന്തോ ഈ ദിവസങ്ങളിൽ എന്തോ ഒരു നിയോഗം നിന്റെ വിഷയത്തിൽ വരാൻ പോവാ. വർഷങ്ങളായി നിന്റെ കുടുംബത്തിൽ വെളിപ്പെട്ട തടസ്സം. ഗ്ലോറി ടു ഗോഡ്. ഞാൻ ഒരു കാര്യം പറയാം. 30 വർഷം മുമ്പ് എൻ്റെ ഭവനത്തിലോട്ട് ഒരു ദൈവദാസനെ അയച്ചത് കൊണ്ടാണ് ഞാനിന്ന് വിടുവിക്കപ്പെടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ വരണമെന്നില്ല, ഒരുപക്ഷെ വഴി കണ്ടുമുട്ടുമായിരിക്കും. ചിലരുടെ പ്രാർത്ഥന ചിലർക്ക് ഈ ദിവസങ്ങളിൽ ഫലിക്കും. എന്തോ ഒരു ദൈവനിയോഗം എനിക്ക് ആത്മാവിൽ ബോധ്യപ്പെടുക. വിടുതലില്ലാതെ കിടന്ന ചില വിഷയത്തിന്, നീ കുരുങ്ങിക്കിടക്കുന്ന ചില വിഷയത്തിന്, നിന്റെ കുടുംബത്തിൽ വ്യാപരിച്ച അന്ധത പൊട്ടുവാൻ ഇതിനകത്ത് ചിലരുടെ പ്രയർ. ഈ നിയോഗങ്ങളെല്ലാം ബൈബിളിൽ ഉണ്ടായി. നമ്മൾ പഠിക്കുമ്പോൾ നിയോഗങ്ങൾക്ക് പിന്നിൽ ആവശ്യക്കാരൻ്റെ പ്രാർത്ഥനയുണ്ട്. നിയോഗത്തിൻ്റെ പിന്നിൽ എന്തുണ്ട്? ആവശ്യക്കാരൻ്റെ പ്രാർത്ഥന.
ഇന്ന ആളെ വിടണേന്ന് നീ പ്രാർത്ഥിക്കണ്ട. ആ സെലക്ഷൻ ദൈവത്തിനാ. ആരെ അയക്കുന്നേന്നുള്ള ആരാ തീരുമാനിക്കുന്നേ? ദൈവമാ. നമ്മളത് സെലക്ട് ചെയ്താൽ തെറ്റിപ്പോവും. നിന്റെ വിഷയത്തിൽ എപ്പം ഇടപെടണമെന്ന് നീ അല്ല തീരുമാനിക്കേണ്ടത്, അത് ദൈവം തീരുമാനിക്കും. നിന്റെ വിഷയത്തിൽ എങ്ങനെ ഇടപെടണമെന്ന് നീ തീരുമാനിക്കരുത്, ദൈവം തീരുമാനിക്കും. നിനക്കൊന്ന് മാത്രം പ്രയർ. ഓ ഹല്ലേലൂയ. എനിക്കെന്തോ ദൈവം ബോധ്യം തരിക. നിനക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവം തരും. ചിലപ്പോൾ ലോങ് ടൈം പ്രയർ, ലോങ് ടൈം ഫാസ്റ്റിംഗ്. എന്തിനാണെന്നറിയാമോ? നിന്റെ വിഷയത്തിന് വേണ്ടി ആരെയോ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുക. ചിലരെ ദൈവം അയക്കാൻ പോകുകയാ നിന്റെ സന്തതിയുടെ വിടുതലിന് വേണ്ടി. ഞാനൊരു ചർച്ചിന്റെ ചാർജിൽ ചുമതലയിലിരിക്കുമ്പോൾ ആ വീട്ടില് ഞാൻ പുതിയതായിട്ടൊരു ചർച്ച് തുടങ്ങിയിരിക്കും. ഒരു വീട്ടിലാണ് ചർച്ച്. കുറെ വർഷം മുമ്പ്, ഒരു 10-25 വർഷം മുമ്പിലത്തെ കാര്യം. ആ ചർച്ച അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പം ആ ചർച്ചിലെ ഒരു മകൻ UAE ഒരു സ്ഥലത്ത് ജോലി ചെയ്യുക. അവിടെ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു അലർജി ഇളവാകത്തക്ക രീതിയിൽ എന്തോ ഒരു പ്രോബ്ലം അവിടെ ഉണ്ടായി. പല കുട്ടികളും ആ സ്കൂളിൽ വെന്റിലേറ്ററിലായിട്ട് മരിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ആ പ്രയർ നടത്തുന്ന വീട്ടിലെ മകനും വെന്റിലേറ്ററിലാണ്. ഓരോ ദിവസവും 2-3 പിള്ളേർ മരിക്കുക. പിള്ളേർ എത്ര മരിച്ചെന്ന് എനിക്കറിയില്ല, ധാരാളം പിള്ളേർ മരിച്ചു. അപ്പോൾ ആ വീട്ടിലെ അച്ഛന് ചില പ്രായമുള്ള അച്ഛനെ ലാൻഡ് ഫോണിൽ ഒരു കോൾ വന്നു. ഒരു പാസ്റ്ററാ വിളിക്കുന്നത്. പാസ്റ്റർ വിളിച്ചിട്ട് അച്ഛനോട് പറയുക, നിങ്ങളുടെ കൊച്ചുമകന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറഞ്ഞുകൊണ്ട് വെന്റിലേറ്ററില്ല, എന്നെ പ്രാർത്ഥിക്കാൻ അവിടെ വരെ കൊണ്ടുപോകും പറഞ്ഞു. അവരിവിടെ അല്ല, എവിടെ ആയിക്കോട്ടെ. നമ്മൾ ഈ മാനുഷിക ഭാഷയിലൊക്കെ കിട്ടിയ ഗൾഫുകാരൻ്റെ വീട്ടിൽ ഒരാൾ വിളിച്ച് പറഞ്ഞാൽ ഗൾഫിൽ കൊണ്ടുപോകാനാന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങളെല്ലാം അന്ന് ചിന്തിച്ച കൂട്ടത്തിലാണ്. നമ്മുടെ തെറ്റ് നമ്മൾ പറയുക. പക്ഷേ ആ വല്യപ്പച്ചൻ ഒരു അസാധാരണ വല്യപ്പച്ചനായിരുന്നു. ആ വല്യപ്പച്ചൻ മോനോട് പറഞ്ഞിട്ട് വിസ എടുത്ത് ഈ പാസ്റ്റർ അവിടെ കൊണ്ടുപോയി. സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന കുഞ്ഞിൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. 3-ന്റെ അന്ന് കൊച്ചൻ എഴുന്നേറ്റ് പോന്നു. ഇന്നും ആ കൊച്ചൻ USA ഏതോ മണ്ണിൽ തീഷ്ണതയോടെ ദൈവത്തെ സേവിക്കുന്നുണ്ട്. ഞാനിതൊക്കെ പറയുന്ന നിയോഗം എന്ന പദമാണ്. നടത്തിപ്പെന്ന പദം. മുടങ്ങിക്കിടക്കുന്ന ചിലതിന്മേലൊക്കെ നിയോഗങ്ങളുണ്ട്. തടസ്സപ്പെട്ട് കിടക്കുന്ന ചിലതിന്മേലൊക്കെ, ആ കുരുങ്ങിക്കിടക്കുന്ന ചിലതിന്മേലൊക്കെ ദൈവത്തിന് നിയോഗമുണ്ട്. ഈ ബൈബിൾ പഠിക്കുമ്പോൾ നിയോഗങ്ങളിൽ നമ്മുടെ യേശുക്രിസ്തു തൊട്ട് വിശ്വസിച്ച് വരിക. ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 25-26 വാക്യം. ലൂക്കോസ് 4-ാം അധ്യായം 25-26 വാക്യം. ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസം അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാരുണ്ടായിരുന്നെന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സരാപ്തയിൽ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കിലേക്ക് ഏലിയാവിനെ അയച്ചില്ല. ദൈവം ഏലിയാവിനെ അയച്ചില്ല. പഴയ നിയമത്തിൽ നടന്ന സംഭവം യേശു ക്രിസ്തു ദൈവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തോട് വെളിപ്പെടുത്തുക. സ്തോത്രം. ഞാൻ അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെ ചെറുതായിട്ടൊന്ന് തൊടും, എന്നിട്ട് ദൂതിലോട്ട് വരും. ക്ഷാമം ഒരു രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുക. അവിടെ പല വിധവമാരുണ്ട്. പക്ഷേ സാരാഫാത്തിലെ വിധവയുടെ അടുക്കലേക്ക് മാത്രമേ ദൈവം ആരെ അയച്ചുള്ളൂ? ഏലിയാവല്ലാതെ
ആരവിടെ വന്നാലും ഇവിടെ ക്ഷാമം മാറത്തില്ല. ഒരാമയും പറയണം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 25-26 വാക്യം. ലൂക്കോസ് 4-ാം അധ്യായം 25-26 വാക്യം. ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസം അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാരുണ്ടായിരുന്നെന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സരാപ്തയിൽ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കിലേക്ക് ഏലിയാവിനെ അയച്ചില്ല. ദൈവം ഏലിയാവിനെ അയച്ചില്ല. പഴയ നിയമത്തിൽ നടന്ന സംഭവം യേശു ക്രിസ്തു ദൈവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തോട് വെളിപ്പെടുത്തുക. സ്തോത്രം. ഞാൻ അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെ ചെറുതായിട്ടൊന്ന് തൊടും, എന്നിട്ട് ദൂതിലോട്ട് വരും. ക്ഷാമം ഒരു രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുക. അവിടെ പല വിധവമാരുണ്ട്. പക്ഷേ സാരാഫത്തിലെ വിധവയുടെ അടുക്കലേക്ക് മാത്രമേ ദൈവം ആരെ അയച്ചുള്ളൂ? ഏലിയാവല്ലാതെ ആരവിടെ വന്നാലും ഇവിടെ ക്ഷാമം മാറത്തില്ല. ഒരാമയും പറയണം. ഞാൻ ഇന്ന് നിന്നോണ്ടൊരു ദൈവനിയോഗം നിങ്ങളോട് പറയാം. ശ്രദ്ധിച്ചു കേൾക്കണം. ആരുടെയൊക്കെയോ വിടുതലിന് ആരെയൊക്കെയോ ദൈവം ഈ ദിവസങ്ങളിൽ നിയോഗിക്കുക. ഒരാമയും പറഞ്ഞാട്ടെ. എന്തോ ചെയ്യുക? നിയോഗിക്കുക. ഞാൻ ഒരിക്കല് പിറവ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് എന്നെ കാണാനായിട്ടൊരു ഫാമിലി വന്നു. ഞാൻ ഈ സ്ഥലപ്പേര് കഴിയുമെങ്കിൽ ഓർത്ത് വെച്ചേക്കും. ചിലതൊക്കെ അല്ലെങ്കിൽ ആ ജില്ലയായിരിക്കും പറയുന്നത്. എല്ലാം ഓർമ്മ നിൽക്കത്തില്ല. എനിക്ക് പ്രസംഗിക്കാൻ കയറുമ്പോഴേ അനുഭവങ്ങളൊക്കെ ഓർമ്മ നിൽക്കത്തുള്ളൂ, ഓർമ്മ വരത്തുള്ളൂ. നേരം നിങ്ങൾ പറഞ്ഞൊക്കെ ഓർമ്മയിലുണ്ട്. അത് ഞങ്ങളുടെ എന്താ പറയാത്തേ? ഇവിടെ പറയുന്നുണ്ട്, പക്ഷെ ഓർമ്മപ്പെടുത്തണം ദൈവം, നല്ല പറയത്തുള്ളൂ. ശ്രദ്ധിക്കും. അപ്പം അവരവിടെ വന്നപ്പോൾ അവർ എന്നോടൊരു കാര്യം പറഞ്ഞു. അവരുടെ ഒരു മകന് വലിയ മാനസിക വിഭ്രാന്തി ഉണ്ടായിട്ട് പല പ്രാവശ്യം മെൻ്റൽ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് മെൻ്റൽ ആശുപത്രിയിൽ നിന്ന് 15 ദിവസം മെൻ്റൽ ആശുപത്രി കിടക്കും. പിന്നെ ഇച്ചിരി കുറയുമ്പോൾ വീട്ടിൽ കൊണ്ടുവരും. 10-14 ദിവസം വീട്ടിൽ കിടക്കും. പിന്നെ 15 ദിവസം ആകുമ്പോൾ പിന്നെയും കൊണ്ടുപോകണം. ഇങ്ങനെ കൊണ്ടുപോയി ഡോക്ടർമാർ തന്നെ പറഞ്ഞു, ഇങ്ങനെ പൈസ കളയണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ബെഡ്റൂം ഇതുപോലെ വേറെ ഒന്നുമില്ലാതെ ഒരു ചെറിയ ഈ ജയിൽ മുറി പോലെ ആക്കാൻ പറഞ്ഞു. അങ്ങനെ അവരാക്കിയിട്ട് ആ മുറിക്കകത്ത് അവനെ ഇങ്ങനെ ചങ്ങലയിൽ തളച്ചിട്ടേക്കുക. സ്തോത്രം. അപ്പോൾ ഒരു ദിവസം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവർക്ക് ദൈവത്തിലുള്ള വലിയ വിശ്വാസമൊന്നും ഉള്ളവരൊന്നും അല്ല. സ്തോത്രം. ഒരു സഞ്ചാര സുവിശേഷകൻ ആ വഴി വന്നു. ആ വഴി വന്നപ്പോൾ ഈ അച്ചായനെ ഫ്രണ്ടിലിരുന്ന് നാടൻ പറയുക, പുള്ളി മോരും വെള്ളം ഒരു കപ്പിനകത്ത് കുടിച്ചുകൊണ്ടിരിക്കുക. സുവിശേഷകൻ പറഞ്ഞു, അച്ഛാ പ്രൈസ് ദി ലോർഡ്. പുള്ളി ഒന്നും മിണ്ടിയില്ല. അകത്ത് കിടക്കുന്നതിൻ്റെ കെട്ടൊന്ന് അഴിച്ചുവിടാൻ കയറിക്കോട്ടെ. ആ സുവിശേഷകൻ അതിലെ സ്ഥിരമായിട്ട് വരുന്ന ആളല്ല. ഇത് കേട്ടപ്പം പുള്ളി പാത്രം താഴെ എഴുന്നേറ്റ് നിന്നു. പാസ്റ്റർ വന്നാട്ടെ എന്ന് പറഞ്ഞാൽ ആ കൊച്ചിന്റെ കെട്ടഴിച്ചു വിട്. അവനൊരു ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണെന്ന് അയൽവക്കത്തുകാർ പറഞ്ഞു. എനിക്കറിയത്തില്ല. അല്ല, അയൽവക്കത്തുകാർ പറഞ്ഞാൽ ദൈവദാസൻ അത് പറയാൻ പറ്റുകയില്ല. പുള്ളി അകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിച്ചു. ഈ അച്ചായന്റെ വൈഫ് ജോലിക്ക് പോയിക്കുവാ. 6:30 ബസ്സിന് വരുമ്പോൾ ഈ മനുഷ്യനകത്ത് ഈ ഭ്രാന്തനായി ചങ്ങല കിട്ടവന്റെ അടുക്കൽ പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അന്ന് രാത്രി 9:15 ചങ്ങല അടിച്ചു വിട്ട് പ്രാർത്ഥിച്ചു. പുള്ളി പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് പിന്നീട് ഒരിക്കലും അസുഖം ഉണ്ടായിട്ടില്ല. ആണോ? ചിലരെ നിയോഗത്തോടെ, എനിക്കെന്തോ ദൈവം ബോധ്യം തരിക, ചിലരെ നിയോഗത്തോടെ. ശ്രദ്ധിക്കണം. അദ്ദേഹം വലിയ TV പ്രസംഗിക്കുന്ന ആളൊന്നുമല്ല. രോഗശാന്തി വരപ്രാപ്തനെന്ന് ബോർഡൊന്നും വെക്കുന്ന ആളല്ല. അദ്ദേഹം ഒരു സാധുവായ ദൈവദാസനാ. സ്തോത്രം. അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ ചോദിച്ചു.
പുള്ളി പറഞ്ഞ നമ്പറൊന്നും എനിക്കല്ല, പുള്ളിക്ക് നമ്പർ ഉണ്ടോന്ന് തന്നെ അറിയത്തില്ല. ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറയട്ടെ, പ്രശ്നം നിന്റെ കാര്യത്തിന് ദൈവം ഒരാളെ ഉപയോഗിച്ചു. എനിക്ക് അതേ ബോധ്യമായി ഇവിടെ തരുന്നേ. പല വിധവമാരുണ്ടായിട്ടും ഒരു വീട്ടിലെ ക്ഷാമം മാറ്റാൻ, ഒരുത്തിയുടെ പ്രശ്നം മാറ്റാൻ, ഒരു കുടുംബത്തിന്റെ പ്രശ്നം മാറ്റാൻ ദൈവം ഒരുത്തനെ അയച്ചു. ഓ ഹല്ലേലൂയ. ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ കാര്യത്തിന്റെ വിടുതലിനായിട്ട് ഒരാളെ എഴുന്നേൽപ്പിക്കണേ. ചില ഏലിയാക്കന്മാർ ദിവസങ്ങൾ എഴുന്നേക്കും, ചില മോശമാർ എഴുന്നേക്കും, ചില പൗലോസുമാർ എഴുന്നേക്കും, ചില പത്രോസുമാർ എഴുന്നേക്കും നിന്റെ വിടുതലിനായി. ഓ, തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ പണ്ട് പറഞ്ഞൊരു സാക്ഷ്യം ഒന്നുകൂടെ നിങ്ങളോട് പറയുക, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സ്തോത്രം. ഞാൻ കോട്ടയം ചർച്ചിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു പെങ്കൊച്ച് സ്റ്റേജിൽ വന്നു. അവൾ ഭയങ്കര മുടിയൊക്കെ ഇങ്ങനെ പറത്തിയിട്ടേക്കാം. മുടിക്ക് പല കളറാണ്, നീല, പച്ച, ചുവപ്പ്. അപ്പം നമ്മളിങ്ങനെ ഈ പല കളർ കണ്ടപ്പോൾ നമ്മൾ ഈ യോഗം തൊട്ടേ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു, എൻ്റെ അടുക്കലെങ്ങാനും ഒന്ന് കിട്ടിയായിരുന്നേ, ചായ ഒക്കെ ഒന്ന് മാറ്റണമെന്ന് പറയണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. കൊച്ചു സ്റ്റേജേ വന്നു. സ്റ്റേജ വന്നപ്പോൾ ഈ അടുത്ത് വന്നപ്പോൾ അതിനെക്കാട്ടില്ല, ഈ പാൻറ് മുഴുവൻ ഇങ്ങനെ സിബ് വെളുത്തോട്ട് താഴെ വരെ സിബ് ഇങ്ങനെ പിടിപ്പിച്ചേക്കാം നെടുനീളത്തിൽ. നമ്മൾ ഈ ജാക്കറ്റിന്റെ സിബൊക്കെ പിടിപ്പിക്കുന്ന പോലെ 5-6 സ്ഥലത്ത്. ഞാൻ ചോദിച്ചു, ഭയങ്കര സ്റ്റൈലിലാണല്ലോ, പക്ഷെ ഇതൊന്ന് കണ്ടേച്ച് പറയോ? അപ്പൊ അവൾക്ക് മനസ്സിലായി ഞാൻ ഈ മുടിയല്ല പിടിക്കാൻ പോകുന്നത്. അവൾ ഈ കാൽമുട്ടിൻ്റെ അവിടുന്ന് ഒരു സിബ് താഴോട്ടൊന്ന് അഴിച്ചു, ഒന്ന് കാണിച്ചു. സ്കിന്ന് ഇല്ല. അവൾ അവിടെ കാലേ കിടന്ന ഷൂ ഒന്ന് ഊരിയിട്ടപ്പം ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് മുഴുവൻ ചലവും പഴുപ്പും വന്ന് കിടക്കുക. ഞാൻ ചോദിച്ചു, എന്തുവാ? ഞാൻ വിദേശ രാജ്യത്ത് ജനിച്ചു വളരെ നാളാ പാസ്റ്ററെ ഞാൻ എറണാകുളത്ത് ഒരു വീട് സ്വന്തമായിട്ട് വാങ്ങിച്ചു. എറണാകുളത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ ചില വർഷങ്ങളായിട്ട് ട്രീറ്റ് ചെയ്യും. എൻ്റെ ഈ രോഗം സൗഖ്യമാവോ? എനിക്കെല്ലാം ഇങ്ങനെ സിബുകൾ വെച്ച പാൻറ്റും ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരില്ലാത്ത സ്ഥലത്ത് വരുമ്പോൾ ഞാൻ ഇതെ കുറച്ച് ഭാഗം തുറന്നു വിട്ട് എയർ എൻ്റെ കാലേ കയറ്റണം, അല്ലെങ്കിൽ എനിക്ക് നീറ്റല. എൻ്റെ കയ്യിലൊരു ഷാളോട്ട് വണ്ടിയിലൊക്കെ കയറിയ ഞാൻ ആ കാറെ കയറിയ ഷാൾ എൻ്റെ ദേഹത്തോട്ട് ഇട്ടിട്ട് ഈ പാൻറ്റിൻ്റെ സിബുകളൊക്കെ അഴിച്ചുവിടും. കാരണം എനിക്ക് നീറ്റലുകൊണ്ട് ഇരിക്കാൻ വയ്യ. മുട്ടിൻ്റെ തൊട്ട് താപ്പോട്ട് ഫുൾ നെടുനീളത്തിൽ ഇങ്ങനെ സിബ് പിടിപ്പിച്ചിരിക്കുക. എന്നിട്ട് ഞാൻ ആ പാൻറ്റൊക്കെ മുകളിലേക്ക് കയറ്റി വെക്കും. ഇങ്ങനെ ഒരു ജീവിതം എന്തുവാ? ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, മോളെ നമ്പർ എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു, മോളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. പെട്ടെന്ന് ഓർമ്മ വന്നു, പല പ്രാവശ്യം ഇവിടെ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട് റോയി കോവൂർ എന്ന് പറയുന്ന ട്രിവാൻഡ്രത്ത് പ്ലാമോട്ടുള്ള പുള്ളിയുടെ വീട്ടിൽ ഞാൻ ബെഹറിന് ചെന്നപ്പം പുള്ളി എന്നെ ഒരു തമിഴ്നാട്ടിലുള്ള ഒരു പാസ്റ്റർ വീഡിയോ ക്ലിപ്പ് കാണിച്ചു. ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നൊരു പാസ്റ്റർ. ഞാൻ പേര് മറന്നുപോയി, പേര് ഓർക്കുക വന്നാൽ ഞാൻ പറയാം. അറിയപ്പെടുന്ന തമിഴ്നാട്ടിൽ ഏറ്റവും ഫേമസ് ആയൊരു പാസ്റ്ററാണ്. ഞാൻ മോളെ വിളിച്ചു പറഞ്ഞു, മോളെ ഇങ്ങനൊരു പാസ്റ്ററുണ്ട് തമിഴ്നാട്ടിൽ, പേരിതാണ്, നീ അവരുടെ സൈറ്റിൽ കയറിയിട്ട് നമ്പർ എടുത്ത് നീ അവരെ പോയി കാണണം. അങ്ങനെ ഇവള് നമ്പറൊക്കെ എടുത്ത് അവിടെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് വേണം ചെല്ലാൻ. ഇവൾക്കൊന്നും അറിയത്തില്ല. ഇവളിങ്ങനെ നമ്പറൊക്കെ എടുത്ത് ഏതോ വഴിക്കൂടെ അവിടെ ചെന്നപ്പം പാസ്റ്റർ വേറെ ഒരു രാജ്യത്ത് പോയിക്കുക. അപ്പോൾ പാസ്റ്റർ വൈഫ് പറഞ്ഞു, പാസ്റ്റർ ഇവിടെ ഇല്ല. അന്നേരം പറഞ്ഞു, എൻ്റെ ഈ പ്രശ്നം ഇതാണ്, നിനക്ക് സൗഖ്യമായ പോരെ? പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ആളാണ്, ഞാൻ പാസ്റ്ററും കൂടെ ഒന്നിച്ചാ ശുശ്രൂഷിക്കുന്നത്. ശരി. ഞാൻ അവളോട് ചോദിച്ചു, പിന്നെ എന്താ അനുഭവം ഉണ്ട്? അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ഇരുട്ടുമുറിക്കകത്തോട്ട് എൻ്റെ ഡ്രസ്സെല്ലാം മാറിയിട്ട് ആ ആൻറ്റി ഒരു കുപ്പി വെളിച്ചെണ്ണ എടുത്ത് ദേഹം മുഴുവൻ തൂത്തിട്ട് ആ മുറിക്കകത്തോട്ട് കയറ്റി വിട്ടു. ഒരു ടി-വിയും വെച്ചു കൊടുത്തു. ഭർത്താവിൻ്റെ ശുശ്രൂഷയാണ്, കണ്ടോളാൻ പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞാൽ നീ ഇനി പുറത്ത് വരത്തുള്ളൂ. 3 ദിവസം വരെ നിനക്ക് വേണ്ടി ആഹാരങ്ങൾ തരും, വാഷ്റൂം ഇതിനകത്തോണ്ട് നീ യൂസ് ചെയ്തോണം. 3 ദിവസം നീ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കണം. 3-ാം ദിവസം നീ പുറത്ത് വരും. 3-ാം ദിവസം അവൾ വെളി വന്നപ്പം അവൾക്ക് പുതിയ സ്കിന്നുണ്ടായി.
ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞു വരുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അവള് പിന്നീട് പോകാൻ നേരത്തെ എൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, പാസ്റ്ററെ താങ്ക് യു സോ മച്ച് പാസ്റ്ററെ, ഞാൻ പോവാ, ഈ വീട് വിറ്റു, തിരിച്ച് ഞാൻ USA പോവാണ്, ഞാൻ ജനിച്ച സ്ഥലത്തേക്ക് പോവാണ്. ആമേൻ, സ്തോത്രം. ഇനി ദൈവം അനുവദിച്ചാൽ എന്നേലും കാണാം എന്ന് പറഞ്ഞ ആ പെങ്കൊച്ച് തിരിച്ചുപോയി. ഇത് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ കാര്യമല്ല ഞാൻ പറഞ്ഞു. എല്ലാവരും ചിലപ്പോൾ പ്രാർത്ഥിച്ച വിടുതൽ കിട്ടിയില്ലെന്ന് വരാം. പക്ഷെ ആ വിടുതൽ അയക്കുന്നത് ദൈവമാണെന്ന് ഓർക്കണം. അതാ ഇവിടുത്തെ വിഷയം. ചിലപ്പോൾ അനിൽ പാസ്റ്റർ പ്രാർത്ഥിച്ചതായിരിക്കാം, സണ്ണി പാസ്റ്റർ പ്രാർത്ഥിച്ചതായിരിക്കാം, അനിൽ പാസ്റ്റർ പ്രാർത്ഥിച്ചതായിരിക്കാം, അല്ലെ വേറൊരു പാസ്റ്റർ പ്രാർത്ഥിച്ചതാകാം, പ്രസാദ് പാസ്റ്റർ പ്രാർത്ഥിച്ചതാകാം, ദൈവത്തിന് സ്തോത്രം, ജോൺസൺ മാസ്റ്റർ പ്രാർത്ഥിച്ചതാകാം, കീബോർഡ് വായിക്കുക നമ്മുടെ മോൻ പ്രാർത്ഥിച്ചതാകാം, ഇവിടെ ഇരിക്കുന്ന അങ്കിള് ആരാന്നല്ല ഇവിടെ വിഷയം. ഞങ്ങൾക്കല്ല വില, നമ്മളെ അയക്കുന്നവനാ വില. ഇവിടെ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ദിവസങ്ങളിൽ നിന്റെ വിഷയത്തോട് ബന്ധപ്പെട്ട് എന്തോ ഒരു നിയോഗം വരാൻ പോവാ, ഒരു നടത്തിപ്പ് വരാൻ പോവാ. ഒരിക്കൽ പോലും നടക്കാൻ സാധ്യതയില്ലാത്ത ചില കാര്യം നിന്റെ വീടിനകത്ത് ഉടനെ കർത്താവ് ചെയ്യാൻ പോവാ. എനിക്ക് തമിഴ്നാട്ടിൽ പോയി ആ പെങ്കൊച്ചു സൗഖ്യമായതും ഇവിടെ വേറൊരു കെട്ടിയിട്ട സൗഖ്യമാവുന്നതല്ല എൻ്റെ വിഷയം. ഞാൻ പറയുന്നത് ഈ ദിവസങ്ങളിൽ എന്തോ ഒരു നിയോഗം യേശു പറയുകയാണ് പലവിധം. അത് പറയാൻ വേറൊരു സാഹചര്യം ഉണ്ട് അവിടെ. കാരണം അവിടെ ഇരുന്ന ആ ജനത്തോട് ദൈവം യഹൂദന്റെ മാത്രം ദൈവമല്ല, ജാതികളുടെയും ദൈവമാണെന്ന് തെളിയിക്കുക. അതിനാ കർത്താവ് ഇതെടുത്ത. പക്ഷെ എൻ്റെ വിഷയം ഇന്ന് അതല്ല. എൻ്റെ വിഷയം കർത്താവ് എടുത്തുദ്ധരിക്കുകയാണ്. ക്ഷാമമുണ്ടായപ്പോൾ ഞാൻ ഇനി ഒരു വെളിപ്പാടിയുടെ ഈ വചനത്തോട് ബന്ധപ്പെട്ട് പറയാം. ഒരു വീട്ടിൽ നടക്കാത്ത ചില കാര്യം നിന്റെ വീട്ടിൽ നടക്കാൻ പോവാ. വിശ്വാസമുണ്ട്? രാമീം പറ. എന്നോട് ചില വീടുകൾക്കുള്ളില് നിന്റെ ദാരിദ്ര്യം മാറി, നിന്റെ ക്ഷാമം മാറി, നിന്റെ പരാജയം മാറി. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എനിക്കറിയാം, ഇന്ന് ദൂത് തീരുന്നതിന് മുമ്പ് ചില വീടിനെ തമ്പുരാൻ നോട്ടമിട്ടിട്ടുണ്ട്, ചില തലമുറ ദൈവം നോട്ടമിട്ടിട്ടുണ്ട്, ചില കുടുംബങ്ങളെ ദൈവം നോട്ടമിട്ടിട്ടുണ്ട്. ഞാനൊരു കൊച്ചു കാര്യം അവിടെ പറയാം. ഒരു ദേശം മുഴുവൻ ക്ഷാമമാണ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം എടുത്തേ, 17-ാം അധ്യായം എടുത്തേ. 1 Kings chapter 17 verse 8 and 9. 8-ാമത്തെ 9-ാമത്തെ വാക്യം വായിച്ചേ. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സരാഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കാം. ഏലിയാവിന്റെ ചരിത്രം എല്ലാം നമ്മൾ പഠിച്ചാൽ യഹോവയുടെ അരുളപ്പാടുണ്ടായി. ഏലിയാവ് പറയുന്ന എല്ലാ വാക്കും ദൈവത്തിന്റെ അരുളപ്പാടിന് ഒത്താ പറയുന്നു, അല്ലേ? ആദ്യം എന്നോട് പറഞ്ഞു, നീ രാജാവിനോട് ചെന്ന് പറ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴ ഉണ്ടാകത്തില്ല. 17-ാമത്തെ 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? എന്നാൽ ഗിലിയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണേ, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞു മഴ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പോയി ദൂത് പറഞ്ഞോളാൻ പറഞ്ഞു. ഈ ദൈവം പറഞ്ഞ ആരോടും പറയാം. മിണ്ടുന്നില്ലല്ലോ. ദൈവം ദൂത് തന്ന മോഹം നോക്കാന്ന് പറയണം. എന്നിട്ട് കേട്ടെ, പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായത്. ഇത് ദൂത് പറഞ്ഞപ്പോ പിന്നെ അരുളപ്പാടുണ്ടായി. നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് എന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. കൃത്യമായ പ്ലേസ്. നീ ഇനി ഇവിടെ നിൽക്കരുത്. കാരണം ഈ അന്തരീക്ഷം ഇപ്പൊ മാറും. കാരണം നിന്നെ കൊല്ലാൻ തീരുമാനിക്കും. അതുകൊണ്ട് നീ ഇവിടുന്ന് എന്തോ പോണം? യോർദാന് കിഴക്ക് കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കണം. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. എന്നിട്ട് പറയാം, നീ പ്രവചിക്കുന്ന നിന്റെ വെള്ളം കൂടി മുട്ടുകാലെന്ന്. നീ തോട്ടിൽ നിന്ന് എന്തോ ചെയ്യണം? കുടിച്ചോണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന പ്രവചിക്കുന്ന നീ ഭക്ഷണം കഴിക്കാതിരിക്കേണ്ടെന്ന്. നിനക്ക് റൈറ്റ് ടൈമിനുള്ള ഫുഡ് കൊറിയർ പോലെ വരുമെന്ന്. മനസ്സിലാവുന്നുണ്ടോവല്ലോ? ഞാനൊരു കാര്യം പറയാം. ബൈബിളിലെ കാക്ക ചത്തുപോയി, പക്ഷെ ദൈവത്തിന്റെ കാക്ക ഇന്നും ചത്തിട്ടില്ല. മനസ്സിലായി വരുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് ഒരു ദൂത് പറയാം. നിന്നെ ഒളിപ്പിച്ചു വെക്കാനും, ആരും കുടിക്കാത്തത് കുടിപ്പിക്കാനും, ആരും കഴിക്കാത്തത് കഴിപ്പിക്കാനും എന്റെ ദൈവത്തിന് ഇന്നും കഴിയും. മനസ്സിലായി വരുന്നുണ്ടോ? ഇനി ഒരു ചോദ്യം. അന്ന് തൊട്ട് ആഹാബ് ആരെ തപ്പി നടക്കുക? ഏലിയാവിനെ. പക്ഷെ എവിടെ തപ്പിയിട്ടും ദൈവം ഒളിപ്പിച്ചാൽ ഒരു ദുഷ്ടന്റെ കണ്ണും നിന്നെ കാണുകയില്ല. പിടികിട്ടിയോ?
ദൈവം അവനെ ഒളിപ്പിച്ചു. സ്തോത്രം. ഇനി ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ഈ ഒളിച്ചിരിക്കുന്ന, ഇപ്പം ഒരാള് നാട് വിട്ടുപോയ ഒളിച്ചിരുന്നാൽ, ഇപ്പം നമ്മൾ താമസിക്കുന്ന കേരളത്തിൽ ഒളിച്ചിരുന്നാൽ, നമ്മുടെ ഇവിടുത്തെ പോലീസൊക്കെ, ഈ വേൾഡിലുള്ള പോലീസ് ഏറ്റവും സൂപ്പർ പോലീസ് എവിടുത്തെയാ? കേരള പോലീസാ. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുത്തൻ കൊന്നേച്ച് ഇവിടെ ആന്ധ്രയില്ല, എവിടെ നോർത്ത് ഇന്ത്യയിൽ പോയി അവിടെ ചെന്നവനെ പൊക്കിക്കൊണ്ടു വന്നു. അവിടെ മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എങ്ങനെ അറിയുന്നേ? ഒന്നുകിൽ അവനുള്ള സങ്കേതത്തിൽ അവൻ്റെ ഫോൺ നമ്പർ എവിടെ ഉണ്ട്, ഏത് ടവറിന്റെ കീഴിലാണ്, അങ്ങനെയൊക്കെയാ പിടിക്കുന്നേ. ദൈവം ഏലിയാനോട് പറഞ്ഞു, നിന്റെ സർവീസ് ആരും പിടിക്കുകയില്ല. താഴോട്ട് നോക്കി നിന്റെ നന്മയെ ബന്ധിച്ചാൽ നോക്കുന്നവന്റെ തലയുടെ മേളിൽ കൂടെ നിന്റെ മറുപടി പറക്കും. വിശ്വാസം ഉണ്ടല്ലോ? സ്തോത്രം ചെയ്യാവൂ. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൈവത്തിന് നിങ്ങൾ എന്നെ നോക്ക് പറയട്ടെ. ഇപ്പൊ ദൈവം ഒളിപ്പിച്ചാൽ, നമ്മൾ കള്ളത്തരം കാണിച്ചു ഒളിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥനയല്ല. കർത്താവ് ഏലിയാവിനെ ഒളിപ്പിച്ച പോലെ സൗകര്യമില്ല ഇപ്പൊ ഒളിപ്പിക്കാൻ. അതല്ല വിഷയം. തോട്ടിൽ നിന്ന് വെള്ളം കുടിച്ചോണം, കാക്ക കൊണ്ടുവന്ന് അപ്പോ വെള്ളവും അപ്പോ ഇറച്ചിയോ ഉണ്ടെങ്കിൽ സൂപ്പർ ഇല്ലയോ? പറ. ചോറ് സാമ്പാറും മതിയോ? അല്ല, അപ്പോ ഇറച്ചി കഴിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അടുത്ത കേട്ടോ. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ പാർത്തു. കാക്ക അവന് രാവിലെ അപ്പോ ഇറച്ചിയും വൈകുന്നേരത്തും അപ്പോ ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. 2 നേരം. അപ്പം 3 നേരം ആഹാരം കഴിക്കണമെന്നില്ല, 2 നേരം കഴിച്ചാലും മതി ബൈബിളും പ്രകാരം. എപ്പോഴൊക്കെയാ? രാവിലെ, അതുകൊണ്ടാ ഉച്ചക്കത്തെ യോഗം നീണ്ടാലും ഒന്നും പറയല്ലേ. കഴിപ്പാന്നല്ലോ നമ്മുടെ ഒരു പ്രശ്നം. എത്ര നേരം? 2 നേരം. രാവിലെ എന്നിട്ട് നീ ശ്രദ്ധിച്ച് കേൾക്കണേ. ചിലരൊക്കെ 2 നേരം ആക്കിയാലും കുഴപ്പമൊന്നും വരത്തില്ല കേട്ടോ. രാവിലെ വൈകിട്ട്. പിന്നെ തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. അപ്പോൾ അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഒന്ന് ക്ലോസ് ആകുമ്പോ അടുത്ത തമ്പുരാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. എന്നും ഉറവ വരട്ടെ, സൗകര്യമില്ല. എന്നും അപ്പം വരട്ടെ, കിട്ടുകയില്ല. ഇത്ര നാള് കാക്കയല്ലേ അപ്പം തന്നെ, ഇനി സെറ്റ് സാരി ചുറ്റി ആൻറ്റി കൊണ്ട് തരും. ഇങ്ങോട്ട് നോക്ക പറയട്ടെ. ഏലിയാവിനെ ദൈവം അയക്കുക ഇവിടെ കാക്കയോട് പറഞ്ഞു കൊടുക്കാൻ. ഇവിടുത്തെ ദൂത് ആ വീട്ടുകാരി ചാകാനിരിക്കുക. നിന്റെ വീട്ടിൽ ആര് വന്നാൽ നിന്റെ ക്ഷാമം പൊട്ടുവെന്ന് ദൈവത്തിനറിയാം. Glory to God. Glory to God. ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റുന്ന ദൈവം. ഇനി ഒന്നുകൂടെ പറയട്ടെ. ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ ഒരു കൊച്ചു പ്രാർത്ഥനയായിരിക്കും ചിലപ്പോൾ ഒരാളുടെ വിടുതൽ. ഈ ഒരു പെങ്കൊച്ച് ശത്രു രാജ്യത്തു നിന്ന് പിടിച്ചോണ്ട് വന്നപ്പോ തുണി നനയ്ക്കാനായിട്ട് ഒരാൾക്ക് കൊണ്ടു നിർത്തി. തുണി നനയ്ക്കുന്ന ഒരു സുശേഷ വേല ചെയ്യുവോ? ചെയ്യും. മിണ്ടുന്നില്ല. നീ ഏത് ഓഫീസിലായാലും നിനക്ക് തീഷ്ണതയുണ്ട്, നീ എവിടെ ആയാലും വേല ചെയ്യും. മിണ്ടുന്നില്ല. അതിനായിട്ട് ഫുൾ ടൈം പാസ്റ്ററായിട്ട് ഇറങ്ങണമെന്നൊന്നുമില്ല. അങ്ങനെയുള്ളവരൊക്കെ ഇറങ്ങട്ടെ. ആരും മിണ്ടുന്നില്ലല്ലോ. ഇറങ്ങുമൊന്നും ചെയ്യല്ലേ. നിങ്ങൾ ശ്രദ്ധിക്കും. അവള് ചെന്ന്
യജമാനത്തിയോട് പറഞ്ഞത്, യജമാനും ചുമ്മാ കിടന്ന് ഈ രാവിലെ ലൂയിസ് ഫിലിപ്പ്, ഉച്ച കഴിയുമ്പോൾ സോഡിയാക്കും, വൈകിട്ട് അടുത്ത കമ്പനിയോട് ഉടുപ്പെല്ലാം മുടിച്ച് പീറ്ററങ്കിളുടെ ഉടുപ്പൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് ഈ തുണിയെല്ലാം കൂടെ നനച്ച് ഉള്ള സോപ്പെല്ലാം കൂടെ കളഞ്ഞ് ഉള്ള അയ്യെല്ലാം കൂടെ തുണി പ്രദർശനശാല നടത്താതെ ഞങ്ങളുടെ നാട്ടിലൊരു പ്രവാചകനുണ്ട്, ചെന്നൊരു ഒറ്റ മിനിറ്റ് അങ്ങോട്ട് ചെന്നേച്ചാൽ മതി, സൗഖ്യത്തോടെ തിരിച്ചു വരാം. പിടി കിട്ടിയോ? ഹല്ലേലൂയ. ഇപ്പം നേരെ രാജാവിൻ്റെ അടുക്കുന്നത്. രാജാവ് പറഞ്ഞു ലെറ്റർ തരാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ലെറ്റർ തരാം. രാജാവ് എഴുത്തയച്ചു, ഞാൻ ഒരാളെ അങ്ങോട്ട് വിടുന്നുണ്ട്, സൗഖ്യമാക്കി തിരിച്ചു വിടണം. ലെറ്റർ കിട്ടിയ രാജാവ് ഉടുപ്പ് വലിച്ച് കയറി വെച്ച് പറഞ്ഞു, ഞാൻ എന്നാടാ സ്തോത്രം, ദൈവമാണ് സൗഖ്യമാക്കാൻ. സ്തോത്രം, ഇത് യുദ്ധത്തിനുള്ള പരിപാടിയാന്ന്. അങ്ങനെ എലീശ ആളെ വിട്ടേച്ച് പറഞ്ഞു, അവനെ എൻ്റെ അടുക്ക വിട്, എന്നാൽ ഇസ്രായേലിലൊരു പ്രവാചകനുണ്ടെന്ന് അവൻ അറിയും. ഇന്ന് പകലൊരു ദൂത് ഞാൻ നിന്നോട് പറയാം. ഹല്ലേലൂയ. നീ സ്തോത്രം, നീ ഏത് ജോലിയിരിക്കുന്ന ആളാണെങ്കിലും നിനക്ക് സുവിശേഷ വേല ചെയ്യാം. ഏത് ജോലിയിലിരിക്കുന്ന ആളായാലും സുവിശേഷ വേല ചെയ്യാം. ഒരാമയും പറഞ്ഞാട്ട്. കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ്റെ വൈഫ് എന്നെ ഫോൺ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു അച്ഛൻ്റെ ഭാര്യയാണ്. ഞാൻ പറഞ്ഞു, നല്ല കാര്യമാണല്ലോ, പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, കൊച്ചമ്മ, ഞാൻ TV പ്രോഗ്രാം എല്ലാം ഇല്ല, ഞങ്ങളുടെ വീട്ടിൽ വേലയ്ക്ക് വന്ന ജോലിക്കാരി പറഞ്ഞു എനിക്കൊരു അസുഖമുണ്ട്, ആ അസുഖം സ്തോത്രം എത്ര മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല, ഞാനൊരു പാസ്റ്ററുടെ നമ്പർ തരാം, പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ മാറും. ഞാൻ പറഞ്ഞു, എന്നാ കൊച്ചമ്മേ, ഞാൻ ഇന്ന് നിശ്ചയം പ്രാർത്ഥിക്കും. കൊച്ചമ്മയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. 3 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു, യേശു എന്നെ സൗഖ്യമാക്കി. വൈകിട്ട് അച്ഛനും വിളിച്ചു. അച്ഛനും ഒരു പ്രാർത്ഥനാ വിഷയം എന്നോട് പറഞ്ഞു. നിങ്ങൾ എന്നെ നോക്ക്, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നേ? എൻ്റെ വിഷയം അച്ഛനും കൊച്ചമ്മയും പ്രാർത്ഥിക്കാൻ വിളിച്ചതല്ല, അവരെ വിളിപ്പിച്ചതൊരു സ്ത്രീയാണ്. ഗ്ലോറി ടു ഗോഡ്. അവസരങ്ങൾ മുമ്പിൽ വരുമ്പം പ്രയോജനപ്പെടുത്തണം. നീ നിമിത്തം ഒത്തിരി പേർക്ക് വിടുതലുണ്ട്. നീ നിമിത്തം ഒത്തിരി പേർ വിടുവിക്കപ്പെടേണ്ടതാ. നീ നിമിത്തം ഒത്തിരി പേര്. യെസ്, ഓ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ. അവനോട് പറഞ്ഞു, നീ സാരാഫത്തിലോട്ട് പോക്കോ. അതിനുശേഷം യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സരാഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം ആരാ കൽപ്പിക്കുന്ന? പറ. ആദ്യം പറഞ്ഞ ആരോട് കൽപ്പിച്ചിട്ടുണ്ട്? കാക്കയോട്. ഇപ്പൊ പറയുന്നു വിധവയോട് കൽപ്പിച്ചു. ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം. ആരോട് കൽപ്പിച്ചാൽ നിനക്കെന്താ കുഴപ്പം? കാര്യം രാജകീയമായി നടന്നാ പോരെ. വിശ്വസിക്കാം, നിനക്ക് വേണ്ടി ചിലരോട് കൽപ്പിക്കും ദൈവം. നിന്റെ കുടുംബത്തെ പോറ്റാൻ ചിലരോട് കൽപ്പിക്കും ദൈവം. ഹോ, ഞാൻ ആരോടൊക്കെയോ പ്രവചിച്ചു പറയുക, ദൈവം നിന്നോട് കൽപ്പിക്കും. അവിടെ ചെന്നപ്പോൾ ഒരു എലിയ ഇങ്ങനെ നടന്നു പോവുക. തമ്പുരാന്റെ അഡ്രസ്സൊക്കെ കേട്ടോണം. സാരാഫാത്തിലെ നമ്മൾ അഡ്രസ് തപ്പിപ്പിടിക്കുന്നത് എങ്ങനാ? ഇന്ന് ആ ഗൂഗിളൊക്കെ ഇറങ്ങി. അന്ന് അതൊന്നും, ഞങ്ങളൊക്കെ പണ്ട് ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഒരു മാടക്കടയുണ്ടായിരുന്നു. അത് മഞ്ഞ പെയിന്റ് അടിച്ചേക്കുമായിരുന്നു. ഞങ്ങൾ മഞ്ഞ പെയിന്റ് തപ്പി, അതിനിടയ്ക്ക് മുനിസിപ്പാലിറ്റിക്കാർ വന്ന് അത് വലിച്ചുകൊണ്ട് പോയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ വീട്ടിലും ഹോളിമേൽ അടിച്ച് സാരാഭാത്തിലെ വിധവയുടെ വീടാണോ ചോദിച്ചോ. തമ്പുരാൻ നിന്നെ അങ്ങോട്ട് വിടുമ്പം നിനക്ക് വരേണ്ടതും നിനക്ക് നേരെ വരും. വേണ്ടുന്നില്ല. എലയാസറ, നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ റബേക്ക നിനക്ക് നേരെ നടന്നു വരും. ഒരാമയും വരുന്നില്ല. മനസ്സിലാവുന്നവരെ സ്തോത്രം ചെയ്യാവോ? ശീമോനെ, നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ പടകിലേക്ക് തന്നെ യേശു വരും. ഓ, വിശ്വാസം കൊണ്ട് രാമയും പറഞ്ഞു തുടങ്ങ. ഇന്ന് ആരെയൊക്കെയോ ദൈവം ലക്ഷ്യമിടുക. നിന്റെ ലൈഫിൽ നടക്കേണ്ട ചില കാര്യങ്ങൾ തമ്പുരാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അതാ ഇന്ന് ദൂത്. ഇനിയും പറയട്ടെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയേണ്ടത്. അപ്പൊ ഈ തീർന്നു നിൽക്കുന്ന വീട്ടിലോട്ട് ആരെ വിടുന്നേ?
അല്ലാതെ ഭയങ്കര സമൃദ്ധിയുള്ള വീട്ടിലൊന്നും അല്ല, തീർന്നു നിൽക്കുക അവര്. ഈ ഒരു നാടൻ പ്രയോഗമാണേ, നമ്മുടെ ഈ കയ്യിലെ പൈസ കുറയുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. കുറയുന്നതനുസരിച്ച് ചെലവും കുറയ്ക്കും, അല്ലേ? അല്ലേ? ഇന്ന് ചുമ്മാ പോകുന്നില്ല, കാര്യം പോയ വണ്ടിക്കൂലി പോവുമല്ലോ. അങ്ങനെ കുറച്ച് ലാസ്റ്റ് 2 അപ്പത്തിനുള്ള മാവ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കും. ദൈവമേ, അങ്ങനെ ഇരിക്കുമ്പോൾ ഉപദേശി പറഞ്ഞേ, എനിക്കൂടെ ഒരു മുറി. സത്യത്തിൽ ചോദിച്ചു വാങ്ങിക്കുക. ചെല്ലോട് ചോദിച്ചും വാങ്ങിക്കുക, ചെല്ലോട് ചോദിച്ചും ഉണ്ടെന്നില്ല. അപ്പം അവള് പറഞ്ഞു, പ്രവാചക, ഇച്ചിരി മാവും ഇച്ചിരി എണ്ണയമേ പാത്രത്തിൽ. പ്രവാചകൻ പറഞ്ഞു, ഞാൻ പറയുന്ന പോലെ നീ ചെയ്താൽ. അങ്ങനെ ആ ലൈൻ ഒന്ന് വായിക്കാം. ഞാൻ പറയുന്ന പോലെ. ഏലിയ അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കിക്കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കോ. യഹോവ ഭൂമിയിൽ മഴ പെയ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല. ദൈവം ഉറപ്പ് കൊടുക്കുക, ഭൂമിയിൽ മഴ പെയ്ക്കുന്ന നീ ഇതുപോലെ ചെയ്താൽ. ഏതുപോലെ? ഈ 2 അപ്പത്തിലെ 1 മുറി അപ്പം ആർക്ക് കൊടുക്കാൻ തയ്യാറാകണം? വലിയ പാടാ. പിന്നെ അവള് അങ്ങോട്ട് അപ്പം ചൂടാൻ തുടങ്ങി. ക്ഷാമമാ. നിങ്ങൾക്കറിയാം, ഈ ദോശ ചുടുന്ന മണം അടുത്ത വീടുകളിലും എത്തി. ആയുസ് മിണ്ടാത്തവരൊക്കെ ആദ്യം ഒരു ദിവസം ചുട്ട് മോന് കൊടുത്തു, രണ്ടാമത് ഒന്നുകൂടി ചുട്ട് കൊടുത്തു, പിന്നെയും ഉണ്ട് പ്രശ്നം. ഈ കല നിറയത്തില്ല, എപ്പോഴും ഒരു ദോശയ്ക്കുള്ള മാവേ ഉള്ളൂ. വിശ്വാസം ഉണ്ട്, പഞ്ചായത്തിനെ മൊത്തം വിളിക്കാം. വിശ്വാസം കുറവാന്നേ വീട്ടുകാരെ വിളിക്കാം. ഉണ്ടെന്നില്ല, കണ്ടോണ്ട് വിളിക്കാൻ പറ്റുകയില്ല, എടുക്കും തോറും തന്നുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ ഭാവനയൂടെ പറഞ്ഞ് ആ പ്രസംഗം നിർത്താം. ഇവൾ ആദ്യം 2 അപ്പം ചുട്ട് മോന് കൊടുത്തു, 3 അപ്പം ചുട്ട് മോന് കൊടുത്തു, 4 അപ്പം ചുട്ട് മോന് കൊടുത്തു. മോൻ പറഞ്ഞു, അമ്മേ. പിന്നെ ഇവള് നിന്നോണ്ട് കഴിച്ചു. എന്നിട്ട് പിന്നെ അപ്പോൾ അപ്പുറത്തെ രാജനിച്ചാൻ നടന്നിങ്ങോട്ട് വരിക. എന്നാ പറ്റി, ഇന്ന് ഭയങ്കര ദോശയുടെ മണമൊക്കെ ആണല്ലോ. പുള്ളിക്കും ഒരു ദോശ ചുട്ടങ്ങോട്ട്. അപ്പൊ ഇത് കേട്ടപ്പോൾ പുള്ളിക്കാരൻ്റെ ഭാര്യ നടന്നു, പുള്ളിക്കാരത്തേക്ക് ഒരു ദോശ. ചുരുക്കി പറഞ്ഞ 5 മിനിറ്റ് കൊണ്ട് കൺവെൻഷൻ പന്തല് പോലെ നാട്ടുകാരെല്ലാം ഇങ്ങനെ പ്ലേറ്റിനകത്ത് ദോശയായിട്ട് നിൽക്കുക. പുള്ളിക്കാരത്ത് ഈ ദോശക്കല്ലെടുത്ത് ഗ്രില്ല് ഇളക്കി വെച്ച് ഫ്രണ്ടിലോട്ട് അങ്ങ് ഫിറ്റ് ചെയ്തു. ചുടിയിൽ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ദേശം മുഴുവൻ ക്ഷാമം, ഒരു വീട്ടിൽ മാത്രം സമൃദ്ധി. ഇനി ഇതിന്റെ പ്രധാന ദൂത് പറയാൻ പോവാ. എത്ര പേർക്ക് പറയാൻ പറ്റും, അത് എൻ്റെ വീട്ടിലാകട്ടെ? എന്തോ ഒരു നിയോഗം. ഹല്ലേലൂയ. നിന്ദിക്കപ്പെട്ട നിന്റെ വീട്ടിൽ, അപമാനിക്കപ്പെട്ട നിന്റെ വീട്ടിൽ, അപശ്രുതി വീണ നിന്റെ വീട് മലമേലിരിക്കുന്ന പട്ടണം പോലെ, മർക്കോസിന്റെ മാളിക മുറി ശോഭിച്ചതുപോലെ, കൊർന്നല്യോസിന്റെ വീട്ടിൽ അഭിഷേകം ഇറങ്ങിയ പോലെ, യേശുവിന്റെ നാമത്തിൽ ഫിലിപ്പോസിന്റെ വീട്ടിലെ കൊച്ചുങ്ങൾ പ്രവചിച്ച പോലെ നിന്റെ വീടിനകത്ത് ഒരു ആത്മീക സമൃദ്ധി. അബ്രഹാമിന്റെയും സാറയുടെയും വീട് പോലെ, ഹല്ലേലൂയ. ഇസഹാക്കിന്റെ റബേക്കയുടെ വീട് പോലെ, ഹല്ലേലൂയ. യാക്കോബിന്റെ റാഹേലിന്റെ വീട് പോലെ, ബോവസിന്റെ രൂത്തിന്റെ വീട് പോലെ, അക്രിലാമിന്റെ പ്രിസ്കില്ലയുടെ വീട് പോലെ ഇന്ന് നിന്റെ വീടാകട്ടെ.